നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. മായക്കാഴ്ചകളുടെ മാരക്കാനയിൽ കായിക മാമാങ്കം മിഴിതുറന്നു. റിയോ ഒളിമ്പിക്സിന്റെ ആവേശലഹരിയിൽ ലോകം. 31ാമത് ഒളിമ്പിക് മത്സരങ്ങൾക്ക് റിയോ ഡി ജനറോയിൽ വർണ്ണാഭമായ തുടക്കം. 17 നാൾ നീളുന്ന കുതിപ്പുകൾക്ക് ദീപം പകർന്നത് മുൻ ബ്രസീലിയൻ മാരത്തൺ താരം വാൻഡർലി ലിമ. റിയോയിൽ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമായത് ഇന്ത്യൻ സമയം പുലർച്ചെ 4:30. രാജ്യങ്ങളുടെ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാകയുമായി ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്ര. മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ ഹോക്കി ടീം പങ്കെടുത്തില്ല. വിട്ടുനിന്നത് ഇന്ന് മത്സരമുള്ളതിനാലെന്ന് നായകൻ PR ശ്രീജേഷ്. ഷൂട്ടിംഗിൽ മെഡൽ സ്വപ്നമായ ജിത്തു റായ്ക്ക് പുറമെ പുരുഷ വനിതാ ടെന്നീസിലും ഹോക്കിയിലും ഇന്ന് ഇന്ത്യൻ സാന്നിധ്യം. ഉദ്ഘാടന ചടങ്ങിന് മുമ്പേ നടന്ന അമ്പെയ്ത്തിൽ ലോക റെക്കോർഡുമായി ദക്ഷിണ കൊറിയൻ താരം വുജിൻ കിങ്. ഇന്ത്യൻ താരം അദനു ദാസ് 5ാമത്. റിയോയിൽ പുതിയ ദൂരവേഗങ്ങൾക്ക് കാതോർത്ത് കായിക ലോകം. ചരൽക്കുന്നിൽ വഴുതുമോ? UDF രാഷ്ട്രീയത്തിൽ ഭൂകമ്പങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന മാണി ഗ്രൂപ്പിന്റെ ചരൽക്കുന്ന് ക്യാമ്പിന് ഇന്ന് തുടക്കം. അവസാന നിമിഷം വരെയും അനുനയങ്ങൾക്ക് മുഖം കൊടുക്കാതിരുന്ന മാണി ഉച്ചയ്ക്ക് 2-ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാവില്ലെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസും മുന്നണിയും. ബാർക്കോഴയ്ക്ക് പിന്നിലെ ഗൂഢാലോചനയെ ചൊല്ലി കോൺഗ്രസുമായി അകന്ന മാണിയും സംഘവും ചരൽക്കുന്നിൽ സ്വീകരിക്കുന്ന നിലപാട് കേരള കോൺഗ്രസിനും UDF-നും നിർണായകം. ഭൂരിപക്ഷം പാർട്ടി പ്രവർത്തകരുടെയും ആവശ്യം നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി മാറിയിരുന്നുള്ള പ്രതികാരം. മാണി മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങളെ തുടർന്ന് ഉമ്മൻചാണ്ടിയും രമേശും നടത്തിയത് മാരത്തൺ അനുനയ ശ്രമങ്ങൾ. ചരൽക്കുന്നിന് ശേഷമല്ലാതെ കൂടിക്കാഴ്ചയും ചർച്ചയുമില്ലെന്ന് തീർത്തു പറഞ്ഞ മാണി UDF ചെയർമാനുമായി ഫോണിൽ സംസാരിക്കാൻ പോലും വിസമ്മതിക്കുകയായിരുന്നു. ഖദറിൽ വീണ കുരുക്ക്. പുനഃസംഘടനാ വിഷയത്തിലെ ചർച്ചകൾക്കൊടുവിൽ ഹൈക്കമാൻഡ് അഴിച്ച കുരുക്ക് കോൺഗ്രസിൽ കൂനാം കുരുക്കാകുന്നു. സംഘടനാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പുനഃസംഘടന അപ്രായോഗികമെന്ന് AI ഗ്രൂപ്പുകൾ. 2 മാസത്തെ വിശാല ചർച്ചകൾക്കൊടുവിലെ തീരുമാനത്തിൽ ഹൈക്കമാൻഡ് പുനർചിന്തനം നടത്തണമെന്നും ആവശ്യം. ഭാരവാഹികളെ തിരഞ്ഞെടുക്കേണ്ടത് ജനാധിപത്യ രീതിയിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തി. ഗ്രൂപ്പുകളുടെ സഹകരണം ഇല്ലാതെയുള്ള പുനഃസംഘടന അപ്രായോഗികമെന്നും വാദം. KPCC അധ്യക്ഷ സ്ഥാനത്ത് VM സുധീരൻ തുടരുന്നതിലും ഗ്രൂപ്പുകൾക്ക് അതൃപ്തി. അതേസമയം ഹൈക്കമാൻഡ് തീരുമാനത്തെ പരസ്യമായി സ്വാഗതം ചെയ്തത് VM സുധീരൻ മാത്രമെന്നതും ശ്രദ്ധേയം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി മുതൽ കോൺഗ്രസിൽ തുടരുന്ന പ്രതിസന്ധിക്ക് പരിഹാരം പുനഃസംഘടനയെന്ന് പാർട്ടി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം. നേതാക്കളുടെ ഇളക്കി പ്രതിഷ്ഠയ്ക്കായി ഹൈക്കമാൻഡ് നിശ്ചയിച്ചിട്ടുള്ളത് 1 വർഷത്തെ കാലപരിധിയാണെങ്കിലും മുന്നണിയിലെ പതിവനുസരിച്ച് ഇത് വർഷങ്ങളോളം നീളാൻ സാധ്യതയെന്നും സൂചന. ഒഴുകുന്ന കണ്ണീർപ്പുഴ. ദുരന്തങ്ങൾ വിട്ടൊഴിയാതെ ഫ്രാൻസ്. നീസ് ഭീകരാക്രമണത്തിന് നടുക്കമായും മുമ്പേ ഇന്നലെ രാത്രി റൂണിലെ ബാർ പാർട്ടിക്കിടെയുണ്ടായ അഗ്നിബാധയിൽ 13 മരണം, നിരവധി പേർക്ക് പരിക്ക്. അട്ടിമറി സംശയമില്ലെന്ന് പോലീസ്. തീപിടുത്തത്തിന്റെ കാരണം അറിവായിട്ടില്ല. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്ക്. തരകൻസ് റോയൽ ജുവലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജുവലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2890 രൂപ, പവൻ 23,120 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. തരകൻസ് റോയൽ ജുവലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജുവലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.